ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും യഥോചിതം ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഓതി വെച്ച വചനം 4-ാം അധ്യായമായ സൂറത്ത് നിസായിലെ 58-ാമത്തെ വചനമാണ്. ഇത് അവതരിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്, മക്കം ഫത്ഹായ സമയത്ത് പരിശുദ്ധ മക്ക രാജ്യം വിശ്വാസികൾക്ക് കീഴടങ്ങിയതിന് ശേഷം പരിശുദ്ധ കഅബയുടെ ചാവി ഖുറൈശികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതിനായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയക്കുകയുണ്ടായി. കാലങ്ങളായി കഅബയുടെ ചാവി സൂക്ഷിച്ചു പോന്നിരുന്നത് അന്നത്തെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട അബ്തരി വംശത്തിൽപ്പെട്ടവരായിരുന്നു. അബ്തരികളിലെ തന്നെ അന്ന് തലമുതിർന്ന നേതാവായിരുന്ന ഉസ്മാൻ ബിൻ അബീ ത്വൽഹത്തുൽ അബ്തരി എന്ന കാരണവരുടെ കയ്യിലായിരുന്നു അന്ന് കഅബയുടെ ചാവി. അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാനിന്റെ അടുക്കൽ ചെല്ലുകയും ചാവി ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഉസ്മാൻ അതിന് പറഞ്ഞ മറുപടി, മക്കയിലെ ഖുറൈശി കാരണവന്മാർ തലമുറകളായി കൈകാര്യം ചെയ്തു വരുന്ന മഹത്തായ ഒരു അമാനത്താണ് കഅബയുടെ സംരക്ഷണവും അതിൻ്റെ ചാവി സൂക്ഷിപ്പും എന്നുള്ളതാണ്. അതാരെങ്കിലും വന്ന് ചോദിച്ചാൽ എടുത്തു തരാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ഒരൽപ്പം ബലപ്രയോഗം നടത്തി അദ്ദേഹത്തിൽ നിന്നും ആ ചാവി വാങ്ങുകയുണ്ടായി. അങ്ങനെ ആ ചാവിയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോവുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ കഅബയെ തുറക്കുകയും കഅബക്കുള്ളിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തകർക്കുകയും കഅബയെ ശുദ്ധീകരിക്കുകയും ചെയ്ത് ശേഷം ഇനി ഈ ചാവി ആര് സൂക്ഷിക്കും, ആരെ ഏൽപ്പിക്കും എന്ന് ആരാഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ കൂടിയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു കഅബയുടെ പരിചരണവും താക്കോൽ സൂക്ഷിപ്പും എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വ്യംഗമായ രൂപത്തിലെങ്കിലും പ്രവാചകൻ അറിയിച്ചപ്പോൾ എന്തുകൊണ്ടും അതിന് അർഹനാണ് മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു എന്ന് മനസ്സിലാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചാവി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്.
ആ ചാവി ഏൽപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി കൊണ്ട് ഇറങ്ങുന്നത്. അതാണ് ഞാൻ ഓതി വെച്ച വചനം. ഇന്നല്ലാഹ യഅ്മുറുക്കും, നബിയെ അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹാ, സൂക്ഷിപ്പ് മുതലുകളെ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകളെ അതിന്റെ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു വീട്ടണമെന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയാണ് എങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത്. ഇന്നല്ലാഹ നിഅ്മ യഅ്ളുകും ബിഹ്, എത്രയോ നല്ല ഉപദേശമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഈ വചനമിറങ്ങുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചാവി ഉസ്മാനെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അവിശ്വാസിയായിരുന്ന, എന്നാൽ ഖുറൈശികളിലെ കാലാകാലങ്ങളായി അമാനത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന അബ്തരി കുടുംബത്തിലെ കാരണവർക്ക് തന്നെ ചാവി തിരിച്ചു കൊടുക്കാനാഞ്ഞപ്പോൾ ഉസ്മാൻ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ആവശ്യമുണ്ടാവുമ്പോൾ ചാവി എടുത്തു കൊണ്ടുപോവുക, തരൂല എന്ന് കാണുമ്പോൾ മൽപ്പിടുത്തം നടത്തുക, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ചേൽപ്പിച്ച് തരിക. കാലാകാലങ്ങളായി ഞങ്ങൾ പരിപാലിച്ചു വരുന്ന കഅബക്കകത്ത് എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്നറിയില്ല. നാളെ ഖുറൈശി ഗോത്രക്കാർ, പ്രമുഖക്കാർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി അവരോട് പറയും എന്ന് പറഞ്ഞ് കൊണ്ട് ഉസ്മാൻ ആ ചാവി അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കൈപ്പറ്റാൻ വിസമ്മതം കാണിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് താങ്കൾക്ക് നൽകാൻ ആഗ്രഹമുണ്ടായിട്ട് തരുന്നതല്ല, മറിച്ച് നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് തിരിച്ചേൽപ്പിക്കുന്നത്. ഉസ്മാൻ അപ്പോ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ആയത്തിറങ്ങിയത് മുഹമ്മദിനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദാണ് അതെനിക്ക് തിരിച്ചു തരേണ്ടത്, കൊണ്ടുവന്ന് തരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ജനമധ്യത്തിൽ വെച്ച് ജനങ്ങളെല്ലാം കാണുകെ മുഹമ്മദ് അതെന്റെ കയ്യിൽ ഏൽപ്പിക്കട്ടെ എന്ന് ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹത്തുൽ അബ്തരി അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ വന്നു ഉസ്മാന്റെ കയ്യിലേക്ക് ചാവി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തതോടെ പറഞ്ഞു, ഉസ്മാൻ എന്തുകൊണ്ടും ഇതിനർഹൻ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ വിഷയത്തിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഉസ്മാൻ ചോദിച്ചു, അലി പറയുന്നത് കേട്ടല്ലോ, എൻ്റെ വിഷയത്തിൽ ആയത്തിറങ്ങി എന്ന് കേട്ടല്ലോ, വാസ്തവമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടപ്പോൾ അവിടെ വെച്ച് തന്നെ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹത്തുൽ അബ്തരി ഷഹാദത്ത് പ്രഖ്യാപിക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി, ഇനി മുതൽ കഅബയുടെ ചാവി നിങ്ങളുടെ അടുക്കൽ ഭദ്രമായിരിക്കും, കാലങ്ങളോളം, ലോകാവസാനം വരേക്കും നിങ്ങളുടെ ആളുകൾക്കിടയിൽ അത് സൂക്ഷിപ്പ് മുതലായി തന്നെ നിലനിൽക്കുന്നതാണ്. ഇപ്പോഴും കഅബയുടെ ചാവി, അതിൻ്റെ ഭാരവാഹിത്വവും അതിൻ്റെ പരിപാലനവും ഒക്കെ പരിശോധിച്ചാൽ അബ്തരികളാണ് ഏത് ഭരണകർത്താക്കൾ വന്നാലും അതിൻ്റെ നേതൃപദവിയിലുള്ളത് എന്ന് നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആമുഖം ഇവിടെ പറയാനുണ്ടതായ കാരണം ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമാനത്തിന്റെ വിഷയത്തിൽ, ഒരു അമുസ്ലിമിന്റെ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കിയെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമർഹിക്കുന്ന രണ്ട് കൽപ്പനകളാണ് അല്ലാഹു തആല സൂറത്ത് നിസായിലെ ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. ഒന്ന്, അമാനത്തുകളെ അവയുടെ അവകാശികൾക്ക് കൊടുത്തു വീട്ടണം. രണ്ട്, മനുഷ്യർക്കിടയിൽ വല്ല കാര്യത്തിലും വിധി കൽപ്പിക്കുന്ന പക്ഷം അത് നീതി അനുസരിച്ചായിരിക്കണം എന്നുമാണ്. മനുഷ്യ സമൂഹത്തിൽ സമാധാനവും സൗഹാർദ്ദവും നീതിയും മര്യാദയുമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ രണ്ടും അവിഭാജ്യ ഘടകങ്ങളാണ്. നമ്മുടെ നാടൊരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ഒരു ജനാധിപത്യ പ്രക്രിയക്ക് തെരഞ്ഞെടുപ്പും വോട്ടും എന്നത് അതിപ്രധാനമാണ് എന്ന് നമുക്കറിയാം. ഈ സ്വതന്ത്ര രാജ്യത്തിന്റെ നിർഭയത്വവും
അഖണ്ഡതയും ഐക്യവും നിലനിൽക്കുക എന്നിടത്ത് ഒരു മുസ്ലിമിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ ഓരോ വോട്ടിനും അതിൽ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ നിസ്സാരമായി കാണുവാനോ അതിൽ നിന്ന് മാറി നിൽക്കുവാനോ നമുക്ക് പറ്റില്ല. വസിക്കുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പും നിർഭയത്വവും സമാധാന അന്തരീക്ഷവും സൃഷ്ടിക്കുന്നിടത്ത് വിശ്വാസിക്ക് വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട്, ഏതായിരുന്നാലും ഒരു മുസ്ലിം എന്ന നിലക്ക് എല്ലാ തലങ്ങളിലും നമുക്ക് നമ്മുടേതായ വ്യക്തിത്വവും നീതിബോധവും ധാർമ്മികതയും ഉള്ളതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും അതിനെയൊന്നും മറന്നുകൊണ്ടാവരുത് നമ്മുടെ ചലനങ്ങൾ. സ്വർഗത്തെപ്പറ്റിയും സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞെടുത്ത അല്ലാഹു തആല സൂറത്തുൽ മആരിജിൽ പറഞ്ഞു, വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിച്ച് മുന്നേറാൻ ആശിക്കുന്ന ആളുകൾ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മത്സരം എന്നത് മുമ്പ് 2 ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കി, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹ അസ്സമാവാതു വൽ അർദ്. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗം നേടിയെടുക്കാൻ ധൃതിപ്പെട്ട് മത്സരിക്കുക എന്ന റബ്ബിന്റെ ആഹ്വാനത്തെ നെഞ്ചിലേറ്റാനായിരിക്കണം നമ്മുടെ ഓരോ ചലനങ്ങളും. അതുകൊണ്ട് ഇലക്ഷനാകട്ടെ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന മറ്റ് ഫംഗ്ഷനാകട്ടെ, നമ്മുടെ ജോലിയും മറ്റ് വ്യവഹാരങ്ങളാകട്ടെ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ. ആർക്കാണ് സ്വർഗം? അല്ലാഹു തആല പറഞ്ഞു, ഉഇദ്ദത്തിൽ മുത്തഖീൻ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, തഖ്വ പാലിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആരോടൊപ്പമാണ് അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. തീർച്ചയായും തഖ്വ പാലിക്കുന്നവർക്കൊപ്പമാണ് അല്ലാഹു തആല. വിശുദ്ധ ഖുർആൻ 2 പറഞ്ഞു, ഇന്നൽ അബ്റാറ ലഫീ നഈം. തീർച്ചയായും പുണ്യവാന്മാരായ ആളുകൾക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സുഖാനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ് ആയത്തിന്റെ തഫ്സീർ? സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതമുണ്ടായിരിക്കും. അത് ഈ ദുനിയാവിൽ കിട്ടണം, നമുക്ക് നമ്മൾ പോയി കിടക്കുന്ന ഖബറിൽ നമുക്ക് കിട്ടണം, നാളെ പരലോകത്തും കിട്ടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനൊന്തൊക്കെ വേണം നമ്മൾ ശ്രദ്ധിക്കണം. സത്യം മാത്രം പ്രചരിപ്പിക്കണം, നീതിക്ക് വേണ്ടി സാക്ഷികളാകണം. ഒരിക്കലും സ്വന്തം നേതാവിനെയും സ്വന്തം പാർട്ടിയെയും വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കളവ് പറയുക, കളവിന്റെ പ്രചാരകരായി മാറുക എന്നത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. കളവ് പറയുന്നവനും കളവ് പ്രചരിപ്പിക്കുന്നവനും അവൻ എത്ര നല്ല ഇസ്തിരി ചുളിയാത്ത വസ്ത്രം ധരിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ കദ്ദാബാണ്, പെരും കള്ളനാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഖബറിൽ അവർക്കുള്ള ശിക്ഷ പ്രത്യേകമായിട്ടുള്ള ചെമ്പിന്റെ ലോഹം കൊണ്ടുള്ള നഖം അവർ സ്വയം മോണ പിരടി വരെയും മൂക്ക് പിരടി വരെയും കണ്ണ് പിരടി വരെയും സ്വയം മാന്തി മുറിക്കുന്നവരായിരിക്കുമെന്നാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഫഇന്നഹു യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കദ്ബത തബ്ലുഗുൽ ആഫാഖ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരം വരേക്കും അവൻ തൊടുത്തുവിടുന്ന കളവുകൾ ചക്രവാളം മുട്ട ആളുകളിലേക്കെല്ലാം എത്തിച്ചേരുമെന്നാണ്. ഇപ്പോ ഈ സോഷ്യൽ മീഡിയ കൂടി അധികരിച്ച കാലത്ത് പറയേണ്ടതില്ലല്ലോ, ആരെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയും ആരെ പരാജയപ്പെടുത്താനും കളവ് പ്രചരിക്കുന്നവനായി ഒരു മുസ്ലിം മാറാൻ പാടില്ല. അതുപോലെ തന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ വ്യാപകമായി കാണുന്ന ഒന്നാണ് ഗൈബത്ത് എന്നത്. എന്താണ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്. നീ നിന്റെ സഹോദരനെ കുറിച്ച് അവൻ പറഞ്ഞു കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം അവനെ കുറിച്ച് പറയലാണ്. ചോദിച്ചു സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലേ, അഫറഅയ്ത ഇൻ കാന ഫീ അഖി മാ അഖൂൽ. ഞാൻ ആ പറയുന്ന കാര്യം അവനിൽ ഉണ്ട് എങ്കിലോ, ആ ഒരു കുറ്റകൃത്യം അവൻ ചെയ്തതാണെങ്കിലോ, നാട് മുഴുവൻ പാട്ടായ കാര്യമാണ് എങ്കിലോ, അതവന്റെ മേൽ തെളിയിക്കപ്പെട്ട കാര്യമാണ് എങ്കിലോ റസൂലേ, എങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അവനെ പറഞ്ഞത് പരദൂഷണമാണ്. വഇല്ലം യകുൻ ഫീ, നീ അവനെ പറഞ്ഞത് അതിൽ വസ്തുതയില്ല എങ്കിൽ, നീ ആ പറഞ്ഞ കാര്യം അവനിൽ ഇല്ല എങ്കിൽ ഫഖദ് ബഹ്തഹു, നീ അവനെ പറ്റി കളവ് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്താകട്ടെ അല്ലാത്തിടത്താകട്ടെ ഏറ്റവും അർഹരിലേക്ക് ഇതിന്റെ സ്ഥാനം എത്തിച്ചേരാൻ നാം കഠിനാധ്വാനം ചെയ്യുമ്പോഴും ഒരാളെ പറ്റിയും കളവ് പറയാനോ പരദൂഷണം പറയാനോ പോകേണ്ടതില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഒരാളുടെ കഴിവും സത്യസന്ധതയും നീതിബോധവും
എല്ലാം ഇപ്പുറത്ത് പറയാനുണ്ട് എങ്കിലും അയാളുടെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളെ ചികഞ്ഞന്വേഷിച്ച് ആളുകൾക്കിടയിൽ വക്രീകരിക്കുക എന്ന ഒരു ഏർപ്പാട് വ്യാപകമായി നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നാളെ പരലോകത്ത് പാപ്പരാകുന്ന ആളുകളെ കുറിച്ച് താക്കീത് ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. എന്റെ ഉമ്മത്തിലെ പാപ്പർ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് കുറെ നിസ്കാരങ്ങളും കുറെ നോമ്പും സക്കാത്തുമായി വരുന്നവരാണ്. പക്ഷേ ഫഖദ് ശതമ ഹാദാ, ഒരാളെ കുറിച്ച് അവൻ മോശമായി പറഞ്ഞിട്ടുണ്ട്. വകദഫ ഹാദാ, ഒരാളെ കുറിച്ച് അവൻ അപവാദം പറഞ്ഞിട്ടുണ്ട്. വഅകല മാല ഹാദാ, മറ്റുള്ളവരുടെ ധനം അപഹരിച്ചിട്ടുണ്ട് അവൻ. വസഫക ദമ ഹാദാ, മറ്റൊരാളുടെ രക്തം അവൻ ചിന്തിയിട്ടുണ്ട്. വളറബ ഹാദാ, ഒരാളെ അവൻ അടിച്ചിട്ടുണ്ട്, ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല, എപ്പോഴും ഉണ്ടാകാൻ പാടില്ല. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഏഷണി പറഞ്ഞ് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പരദൂഷണം പറഞ്ഞ ആളുകൾക്കിടയിൽ ഭിന്നിപ്പിക്കുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കരുത്. ഒരു മുസ്ലിമിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയവേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ തർക്കുഹു മാ ലാ യഗ്നി, തനിക്കാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനായിരിക്കും ഒരു മുസ്ലിം. നമുക്കാവശ്യമില്ലാത്ത, നമ്മുടെ പരലോകത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നിലും നമ്മുടെ പങ്കാളിത്തമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വജ്ഹുൽ ഇഫ്സാദിന് വേണ്ടി, നാട്ടിൽ പരസ്പരം ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി, ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നോ നമ്മുടെ മക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വഖുൽ ലിഇബാദി, നബിയെ എന്റെ ദാസന്മാരോട് അങ്ങൊന്ന് പറയണം, യഖൂലുല്ലതി ഹിയ അഹ്സൻ, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, തീർച്ചയായും പിശാച് അവർക്കിടയിൽ ഛിദ്രതയും കുഴപ്പങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കിയെടുക്കും. ഇവിടുന്ന് മൈക്കെടുത്ത് അങ്ങോട്ടെന്ന് പറയുമ്പോ, അവിടുന്ന് അവരെന്നെ പറ്റി പറയുമ്പോ, അപ്പുറത്തുനിന്ന് അതിനേക്കാൾ വലിയ തെറി ഇങ്ങോട്ട് പറയുമ്പോ, ആളുകളുടെ കയ്യടിക്ക് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, തീർച്ചയായും പിശാച് എന്നത് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അല്ലാഹു തആല സൂറത്ത് ഇസ്രായിലൂടെ പഠിപ്പിക്കുന്നത്. ഒരാളെ കുറിച്ച് അയാളെന്താണോ, അയാളുടെ നിലപാടെന്താണോ എന്നൊന്നും വ്യക്തമാകാതെ ഊഹിച്ചു പറയുക എന്നതും ഇതിന്റെ ഭാഗമായി കടന്നു വരുന്നു. ഒരാളെ പറ്റിയും ഊഹിച്ചു പറയാൻ നമ്മൾ പോകേണ്ടതില്ല. വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇജ്തനിബു കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദ-ളന്നി ഇസ്ം, ഊഹാപോഹങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഊഹിച്ച് പറയുക എന്നത് കുറ്റകരമായ കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇയ്യാകും വ-ളന്ന്, ഊഹത്തെ നിങ്ങൾ വെടിയണം. ഫഇന്നൽ-ളന്ന അക്ദബുൽ ഹദീസ്, ഊഹിച്ചുകൊണ്ട് പറയുക എന്നത് ഏറ്റവും കളവ് നിറഞ്ഞ വാക്കുകളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്താൻ പാടില്ല. ഇതൊക്കെ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചാരപ്രവൃത്തി നടത്തരുത്. ഇവിടെ കേട്ടത് അവിടെ പോയി പറയാം, അവിടെ കേട്ടത് ഇവിടെ വന്ന് പറയാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇരട്ടമുഖം ഉണ്ടാകാൻ പാടില്ല. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷിച്ചു പറയാൻ പാടില്ല. എന്നിട്ട് അല്ലാഹ് ചോദിക്കാണ്, അയുഹിബ്ബു അഹദുകും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അയ്യകുല ലഹ്മ അഖീഹ് മൈതൻ ഫകരിഹ്തുമു, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ പച്ചയായ മാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ, ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, നിങ്ങളത് വെറുക്കുകയാ ചെയ്യുന്നത്. അതുകൊണ്ട് വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു കരുണാവാരിധിയാണ്. 49-ാം സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരെന്നറിയിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തന്നാലും അല്ലാഹുവിന്റെ റസൂലേ, നബി തങ്ങൾ പറഞ്ഞു, അൽ മശ്ശാഊന ബിന്നമീമ, നമീമത്തുമായി നടക്കുന്നവരാണവർ. എന്തിന്? അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, നല്ല സ്നേഹത്തിലും സാഹോദര്യത്തിലും നിലനിൽക്കുന്ന ആളുകൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ വിള്ളലും ഛിദ്രതയും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണവർ. അൽ ബാഗൂൻ അൽ ബിറാ അൽ അനത്, നിരപരാധികളായ ആളുകളുടെ നാശം കൊതിക്കുന്നവരാണവർ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വന്തം സ്ഥാനാർത്ഥിയെ
ജയിപ്പിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ അത് ആളുകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ കാരണമായി കൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്നും ഇവിടുന്നും കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത് നമ്മളൊക്കെ പാടെ ഉപേക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. കഫാ ബിൽ മർഇ കദിബൻ, ഒരാൾക്ക് കളവ് പറയുന്നവനാകാൻ മതിയാകുന്നതാണ് അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് പറഞ്ഞു നടന്നാൽ തന്നെയും ഞാൻ അവിടുന്ന് കേട്ടല്ലോ ഇവിടുന്ന് കേട്ടല്ലോ, ഇങ്ങനെ കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറയുന്ന ആരോപണങ്ങളും അതിന് പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് സ്വന്തം പരലോകം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരു മുസ്ലിമിനുണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരുടെ കാര്യം ഇവിടെ ചർച്ചയല്ല. അതുപോലെ അള്ളാഹുവിന്റെ ദീന് പരിപാലിച്ച് ജീവിച്ചു പോകുന്ന പതിവ്രതകളായ സഹോദരിമാരെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുക, ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് അക്ബറുൽ കബായിർ, വൻ പാപമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വാഗ്വാദങ്ങൾ നാം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്കൊട്ടധികാരം കിട്ടുകയുമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കുറ്റക്കാരായി തീരുകയും ചെയ്യും എന്ന് നമ്മൾ ഓർക്കണം. ഇതൊരു ചില്ലറ വിഷയമല്ല. അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവും സമ്പാദിച്ചിട്ട് ഭൗതികമായ ഒരു 5 കൊല്ലം ഭരിച്ചിട്ട് എന്ത് നേട്ടം എന്നതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ലക്ഷണക്കല്ലേ തൽക്കാലം അത് ഒന്നും വേണ്ടതില്ല, അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നല്ല ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്. രാഷ്ട്രീയവും മതവും രണ്ടും രണ്ടാണിൽ കൂടിയും മതപരമായി നോക്കിക്കാണുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് പാത്രമായി ജീവിക്കാൻ എക്കാലഘട്ടത്തിലും ഏതവസരത്തിലും അവൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നാടിന്റെ വികസനത്തെക്കുറിച്ചോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി പല സഹോദരിമാരും ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഉപയോഗപ്പെടുന്നതായി ചില വീഡിയോകളിലൂടെ നമുക്ക് കാണാം. ശരീര പ്രദർശനമല്ല ആയുധമാക്കേണ്ടത്, നാടിന്റെ അച്ചടക്കവും വികസനവുമാണ് നമ്മൾ ലക്ഷ്യമായി കാണേണ്ടത്. ഒരുപാട് അച്ചടക്കങ്ങൾ നമ്മൾ ഇവിടെ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംസാരം, പരസ്പരമുള്ള കൈകൊടുക്കൽ, ഒന്നിച്ചുള്ള യാത്ര, ഒപ്പമിരുത്തിയുള്ള ഫോട്ടോ എടുക്കൽ, എല്ലാറ്റിലും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ സ്ത്രീകൾക്ക് കൈ കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകനാണ് മുസ്ലിമിന് മാതൃക. അത് തെരഞ്ഞെടുപ്പായിരുന്നാലും ശരി, മറ്റേത് സാഹചര്യത്തിലായിരുന്നാലും ശരി, ഒരു അന്യ പെണ്ണ് അന്യ ആണിന് കൈ കൊടുക്കുന്ന, ഒരു അന്യ ആണ് ഒരു അന്യ പെണ്ണിന് കൈ കൊടുക്കുന്ന, അതൊരു പതിവില്ലാത്ത ഒരു രീതി ഒരു മുസ്ലിമിന് അനുവദനീയമല്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്കടുക്കുന്ന ഒരു തഖാറുബ് പോലും ഉണ്ടാകാൻ പാടില്ല. കേട്ടുള്ള നമ്മൾ കുറെ വാർത്തകൾ, നോട്ടം ഉണ്ടാകാൻ പാടില്ല, സ്പർശനം ഉണ്ടാകാൻ പാടില്ല, കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ല, ചാറ്റിംഗ് ഉണ്ടാകാൻ പാടില്ല, തൊടലുണ്ടാകാൻ പാടില്ല. ഒരാൾക്ക് തന്റെ തലയിലേക്ക് ഇരുമ്പിന്റെ ആണിയെടുത്തടിച്ച് താഴ്ത്തി തറക്കലാണ്. തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു അന്യ പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാളും നല്ലതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, അത് വോട്ട് ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴായാലും ശരി, ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോഴായിരുന്നാലും ശരി, ധാർമ്മികതയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ട് വേണം ഒരു മുസ്ലിം സ്ത്രീ പ്രചാരണത്തിറങ്ങാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നടക്കുമോ? രാഷ്ട്രീയമായും മതമായും ചിന്തിക്കേണ്ടതുണ്ടോ, ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാകും. രാഷ്ട്രീയവും മതവും രണ്ടും രണ്ടാണെങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിധിവിലക്കുകളെ പാലിക്കാൻ അവൻ പ്രതിജ്ഞാബദ്ധരാണ്. ഈ ആസത്ത്, ഇമാറത്ത്, നേതൃത്വം എന്നത്, അധികാര പദവി എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അമാനത്താണ്. അതാ ഞാൻ ആദ്യ സംഭവം ഓർമ്മിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്അലിൽ ഇമാറ, നീ ഭരണാധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിനക്ക് അധികാര പദവി ഒരു ഖേദത്തിന് കാരണമാക്കി തീർക്കും. എനിക്ക് അവസരം കിട്ടിയിട്ടും ഞാൻ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ എന്ന ഖേദമുണ്ടാകും. ഇനി എല്ലാവരും കൂടെ നിന്നെ ഒരു വാർഡിന്റെ മെമ്പറാക്കി, പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി തെരഞ്ഞെടുത്തുവെങ്കിലോ അവിടെ നീ
കാര്യം ചെയ്യുന്നിടത്ത് നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുന്നിടത്ത് നീ വീഴ്ച കാണിക്കാനും പാടില്ല. അതെല്ലാ മേഖലയിലും ഒരു സംഘടനയുടെ, പാർട്ടിയുടെ, വാർഡിന്റെ, പഞ്ചായത്തിന്റെ, ജില്ലയുടെ, കുടുംബത്തിന്റെ ലീഡർഷിപ്പ് ആണെങ്കിലും ശരി. വകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. തന്റെ ഭരണീയരെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളുമെല്ലാം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച കാര്യം കൂടിയ ഈ അമാനത്തെന്നത്. കാരണം അതൊക്കെ ഏറ്റെടുക്കാൻ അവക്കൊക്കെ പേടി തോന്നി എന്നാണ്. ആ സ്ഥാനത്ത് ആ മനുഷ്യൻ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുക്കുകയുണ്ടായി. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ കൃത്യമായി പാലിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണത്. ഉത്തരവാദിത്വ ബോധം നമുക്ക് ആ വിഷയത്തിലൊക്കെയും ഉണ്ടാകണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, സാമൂഹിക പ്രവർത്തനം എന്നത് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ്. ഈ മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യകരമായ കാര്യമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നിർവർത്തിച്ചു കൊടുക്കാൻ ഓടിപ്പാഞ്ഞു നടക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നിടത്ത് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക, അർഹരെ കണ്ടെത്തി അവകാശങ്ങൾ നേടിക്കൊടുക്കുക തുടങ്ങിയ പൊതുപ്രവർത്തനം ഇബാദത്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അധികാരം കൈയാളുന്നവരും അതിന് മുന്നിട്ടിറങ്ങുന്നവരും ഇനി അധികാരത്തിലേക്ക് കയറി വരാനുള്ളവരും അറിയണം, നമ്മുടെ നിയ്യത്ത് നന്നായാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇത് വലിയ സൽക്കർമ്മമായി മാറും. അതോടൊപ്പം ഇവിടെ വർഗീയവൽക്കരിച്ചുകൊണ്ട് തമ്മിലടിപ്പിക്കാനും രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന പൊതു സ്വഭാവത്തെ അട്ടിമറിക്കാനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ഈ രാജ്യത്തിന്റെ മനുഷ്യ മക്കളുടെ ഒരുമയും ഐക്യവും സൗന്ദര്യവും സാഹോദര്യവും സമാധാനാന്തരീക്ഷവും നിലനിർത്തിപ്പോവുക എന്നതിനായിരിക്കണം നമ്മുടെ ഇത്തരം പൊതുപ്രവർത്തനം കൊണ്ടുള്ള ലക്ഷ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാറത്ത്, അധികാരം എന്നത് നമ്മുടെ സ്വന്തമായ സ്വാർത്ഥ താല്പര്യങ്ങളോ അത് സംരക്ഷിച്ചെടുക്കാനുള്ള ജനങ്ങൾക്കിടയിലുള്ള അനീതി കാണിക്കലോ ഒന്നും ആകരുത്. ചിലരതിനെ ഒരു പകവീട്ടലായി കാണും. 5 കൊല്ലം ഞങ്ങളിട്ട് ഇടങ്ങാറാക്കിയതല്ലേ, അതുകൊണ്ട് അടുത്ത 5 കൊല്ലം അവരും കുറച്ച് ഓടി നടക്കട്ടെ എന്ന ഒരു പകവീട്ടലായി അധികാര പദവിയെ നമ്മൾ വിനിയോഗിക്കാൻ പാടില്ല. നാട്ടിൽ സമാധാന അന്തരീക്ഷമുണ്ടാക്കാൻ എല്ലാവർക്കുമിടയിൽ പാർട്ടി നോക്കാതെ, ആളെ നോക്കാതെ നീതി നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് നേരത്തെ ഓതിയ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, വഇദാ ഹകംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണ് എങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണം. അല്ലാഹു തആലയുടെ കൽപ്പനയാണത്. ഓ നമ്മളാളല്ല, അതുകൊണ്ട് ഓൻ്റെ അവകാശം നിഷേധിക്കുക എന്നത് നമുക്കൊരു മുസ്ലിമിനെ സംബന്ധിച്ച് പാടില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം നല്ല ലക്ഷ്യം ഉണ്ടാകുന്നതോടൊപ്പം അതിൻ്റെ മാർഗവും നമുക്ക് നന്നായിരിക്കണം. കള്ള് കൊടുത്തും ലഹരി കൊടുത്തും പണം കൊടുത്തും പദവി കൊടുത്തും അധികാരത്തിൽ കയറിപ്പറ്റുക എന്നത് നല്ല ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് എങ്കിലും ഒരു മുസ്ലിമിന് ഹറാമായ വഴികളെ സ്വീകരിച്ചുകൂടാ. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ കണിശമായി നീതി പാലിക്കുന്നവരാകണം. ഒരിക്കലും ഒരു ദുൽമ്, അക്രമപരമായ സമീപനം വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഭാര്യയെയും മക്കളെയും പോറ്റുക എന്നുള്ളത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷെ കക്കാൻ പറ്റുമോ? കൊള്ളയടിക്കാൻ പറ്റുമോ? പലിശ വാങ്ങാൻ പറ്റുമോ? ആളുകളെ കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, അതിലേക്കുള്ള മാർഗവും ലളിതമായിരിക്കണം.
നന്നായിരിക്കണം, അത് സുതാര്യമായിരിക്കണം. ഒരു ഒളി അഞ്ചെണ്ണയും അതിന് പിന്നിലുണ്ടാകാൻ പാടില്ല. അടുത്തത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റാ മതി. മനുഷ്യന്മാരാണ്, ദുർബലതയുണ്ട്, പരിധിയുണ്ട്, പരിമിതികളുണ്ട്. അവിടെ ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ ഈ നാടാകണ്ട ഇളക്കി മറിക്കുന്നെന്ന് ആരും പറയാൻ നിൽക്കേണ്ടതില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട്. ആ ദുർബലത മനസ്സിലാക്കിയിട്ട് വാഗ്ദാനങ്ങൾ നൽകിയാൽ മതി. പിന്നെ ആളുകളെ കാണുമ്പോൾ അവരിൽ നിന്ന് ഓടി അകലേണ്ടുന്നൊരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. ഓഫർ നൽകുമ്പോൾ ചെയ്യാൻ കഴിയുന്നത് നൽകുക. അടുത്തത്, ഓഫർ നൽകിയിട്ടുണ്ട് എങ്കിലോ അത് പാലിക്കാൻ അധികാരത്തിലിരിക്കുന്നവർ ബാധ്യസ്ഥരാണെന്നറിയണം. അല്ലാഹു തആല പറഞ്ഞു, വഔഫൂ ബിൽ അഹ്ദ്, നിങ്ങൾ വാഗ്ദാനം പാലിക്കണം. കരാറ് നൽകിയിട്ടുണ്ട്, അത് ഞാൻ ചെയ്തു തരാന്നൊരാളോട് പറഞ്ഞിട്ട് വോട്ട് നേടിയിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കണം. ഇന്നൽ അഹ്ദ കാന മസ്ഊല, തീർച്ചയായും നീ കൊടുത്ത വാഗ്ദാനങ്ങളെ കുറിച്ച് നീ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഒരു കുഞ്ഞിനൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അടുത്തേക്ക് വിളിച്ചു, ദാ കയ്യിലൊരു സാധനം ഉണ്ട് തരാന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുകയാണ്. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണോ നീ കുഞ്ഞിയെ അടുത്തേക്ക് വിളിക്കുന്നത്? നിന്റെ കയ്യിൽ ആ വസ്തു ഉണ്ടായിക്കൊണ്ട് തന്നെയാണോ നീ വിളിക്കുന്നത് ചോദിച്ചു. ഇല്ല എങ്കിൽ നീ ആ കുഞ്ഞിനോട് വഞ്ചനയാണ് കാണിക്കുന്നത്. കണ്ടല്ലോ, ബോധം വെക്കാത്തൊരു കുഞ്ഞിളം പൈതലിനോട് പോലും വല്ലതും കാണിച്ച് വഞ്ചിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ബോധവും ചിന്തയും വിദ്യാഭ്യാസവുമുള്ള പൊതുജനത്തെ ഞങ്ങൾ ജയിച്ചാൽ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്ന് വാഗ്ദാനം കൊടുത്ത് അധികാരങ്ങളിൽ കയറിപ്പറ്റി ആഹ്ലാദ പ്രകടനങ്ങളിൽ നടന്ന് ആളുകൾക്ക് കൈവീശി കാണിച്ചിട്ട് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് കാണേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ, വാഗ്ദാനം പറഞ്ഞാൽ പാലിക്കണം, പാലിക്കുന്ന വാഗ്ദാനങ്ങളെ നൽകാവൂ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, കപട വിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനമെന്ന് പറഞ്ഞപ്പോ എന്താണ് അവരുടെ സ്വഭാവം, അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായെന്ന് പറയുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവാണവൻ പറയുക. വ ഇദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം നൽകിയെങ്കിൽ അവനത് ലംഘിക്കും. വ ഇദാ തുമിന ഖാന, വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ പിന്നെ ഓനെ കാണൂല, അവൻ വഞ്ചന കാണിക്കും. വോട്ട് പെട്ടിയിലാവുവോളം എല്ലാവരോടും ഉണ്ടാകുന്ന കളിയും ചിരിയും, എല്ലാവരോടും ഉണ്ടാകുന്ന ലോകവും തമാശയും, പിന്നെ നേതാവായി കഴിഞ്ഞാൽ അങ്ങ് പോയി കണ്ടാൽ പോലും തിരക്കാണ്, നോക്കാൻ സമയമില്ല, പരിഗണിക്കാൻ വേറെയും അപേക്ഷ കുറേയുണ്ടെന്ന് പറഞ്ഞ് വൃദ്ധന്മാരായ വയോധികന്മാരായ ആളുകളെ ഒരു പെൻഷന്റെ 1000 റുപ്യ ഉണ്ടാകുള്ളൂ, പക്ഷേ സമയങ്ങളോളം ദീർഘദൂരം നടത്തിക്കുക എന്നത് നീതികേടാണ്. വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് പാലിക്കാൻ ബാധ്യതയുണ്ടാകണം എന്ന് മാത്രമല്ല, വീട്ടിലും കടയിലും കയറി ചെന്ന് വാഗ്ദാനം നൽകിയ ജനപ്രതിനിധികൾക്ക് മാത്രമല്ല, വോട്ട് തേടിപ്പോയ ഓരോരുത്തർക്കും ഇതിന്റെ ഉത്തരവാദിത്വമുണ്ടെന്ന് മനസ്സിലാക്കണം. സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, വോട്ട് അന്വേഷിച്ചു പോയ, വീടുകൾ കയറി പ്രചാരണം നടത്തിയ പ്രചാരണത്തിന്റെ ഓരോ ആളുകൾക്കും അതിന്റെ ഉത്തരവാദിത്വം അമാനത്തായി നിലനിൽക്കും എന്ന് മാത്രമല്ല, നല്ലതിന് വേണ്ടിയാകണം നമ്മുടെ ശുപാർശ. ആരെങ്കിലും ഒരു നല്ല കാര്യത്തിന് ശുപാർശ ചെയ്താൽ യകുല്ലഹു നസീബും മിൻഹാ, ആ നന്മയിൽ ഒരു പങ്ക് അവന് ലഭിക്കുമെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നമ്മൾ കാരണം ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ കാരണം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, നമ്മൾ കാരണം ഒരാളുടെ ചികിത്സക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ കാരണം ഒരാളുടെ മുടങ്ങിക്കിടന്ന പെൻഷൻ തുടർത്തി കൊണ്ടുപോകാൻ സാധിച്ചാൽ അതിലൊരു പങ്ക്, ആ നന്മയിൽ പങ്ക് നമുക്കുണ്ടാകും. എന്നാൽ ആരെങ്കിലും ചീത്തയായ കാര്യത്തിനാണ്, തോന്നിവാസത്തിനാണ്, മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും നീചകൃത്യങ്ങൾക്കുമാണ് ഒത്താശ വെച്ചു കൊടുക്കുന്നത് എങ്കിൽ യകുല്ലഹു കിഫ്ലും മിൻഹാ, ആ തിന്മയിൽ നിന്നൊക്കെ ഒരു പങ്ക് അതിന് ഒത്താശ വെച്ച് ചെയ്തു കൊടുത്തു. കള്ളൻ മാത്രമല്ല, കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തവനുണ്ടാകും പങ്ക്. ജയിലിൽ കടക്കുന്നവർക്ക് മാത്രമല്ല, അനുകൂലമായി വ്യഭിചാരികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നവർക്കും അനുകൂല ഭാഷണം നടത്തും തമ്മാടികളായ ആളുകൾ, തന്തോന്നികളായ ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ട്? വലിയ വലിയ പ്രമുഖന്മാരായ ആളുകൾ പോലും
കുറ്റകൃത്യം കണ്ടിട്ട് പിടിക്കപ്പെടുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല. പുതിയ തലമുറക്ക് പ്രചോദനമായി മാറുന്നു. എന്ത് തോന്നിവാസവും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വലിയ സെക്സ് റാക്കറ്റുകളുടെ വിപുലമാകുന്നു, വലിയ ഡ്രഗ് മാഫിയകളുടെ വിപുലമാകുന്നു. എന്താ പറയുന്ന ന്യായം? അവരെ ചെയ്യുന്നില്ലേ, ഇവരെ ചെയ്യുന്നില്ലേ? പരസ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നീതിക്കാണൊരു മുസ്ലിം സാക്ഷിയാകേണ്ടത്. അനീതിയായ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കേണ്ടുന്ന ബാധ്യത ഒരു മുസ്ലിമിനില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും നന്മയിലും തഖ്വയിലുമാണ് നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടത്, സഹകരിക്കേണ്ടത്. വലാ തആവനു, നിങ്ങൾ പരസ്പരം സഹായിച്ചുകൂടാ, സഹകരിച്ചുകൂടാ അലൽ ഇസ്മി വൽ ഉദ്വാൻ. എപ്പോഴായി ആയത്തിറങ്ങുന്ന ഒരു ജനവിഭാഗത്തോടുള്ള അമർഷം, ദേഷ്യം, അവരോട് അതിക്രമം ചെയ്യാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറയാ, അതിക്രമത്തിലും പാപത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതൊരു പൊതു നിയമമാണ്. എങ്കിലേ ഈ നാട് നന്നാവൂ. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുക. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പൈതൃകമാണ് നമ്മൾക്ക് ഇവിടെ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന ഈ സാഹചര്യത്തിൽ, അല്ലാഹുമ്മ ലാ തുസല്ലിതു അലൈനാ മൻ ലാ യർഹമുന, അല്ലാഹുമ്മ ലാ തുസല്ലിതു അലൈനാ മൻ ലാ യർഹമുന. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത, ഞങ്ങളോട് ദയ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ മേൽ നീ അധികാരം നൽകരുതേ റബ്ബേ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന് നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല ശിഫയിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മഈശത്തിന്റെ മാർഗത്തെ അല്ലാഹു തആല അതിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മാറാവ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോഴാണ് നമ്മുടെ മരണമെങ്കിലും പരിപൂർണമായ ഈമാൻ കാമിലായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാ അൽ ജന്നത മഅൽ അബ്റാർ. അല്ലാഹുമ്മ ഇശ്ഫി മർദാനാ വമർദൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا المستضعفين المسلمين في الهند وسائر بلاد المسلمين. وصلى الله على نبينا محمد والحمد لله رب العالمين.